ഹലോ, ഇന്നൊരു നൈറ്റ് സ്റ്റഡി വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ ഞാൻ ടൈം കാണിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ 6:20 ആയിട്ടുണ്ട് കേട്ടോ സമയം. ഏകദേശം ഞാൻ സ്കൂൾ വിട്ട് വരുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഇതേ ഒരു ടൈമിലാണ് എൻ്റെ സ്റ്റഡി റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ബെഡ്മ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവിടെ ഒരു പാവ കിടന്നിരുന്ന് കണ്ടത്. അപ്പോൾ അവക്കുട്ടീനെ വീണ്ടും കെടുത്തിയിട്ട് നമ്മൾ നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ സ്റ്റഡി റൂം കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എനിക്ക് എപ്പോഴും നല്ല നീറ്റായിട്ട് കിടക്കുമ്പോൾ പഠിക്കാനാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാനല്ല എപ്പോഴും എൻ്റെ റൂം നല്ല സിസ്റ്റമാറ്റിക്കലി കൊണ്ടു നടക്കുന്ന ഒരാളാണ്. പിന്നെയാണ് റിഫ്രഷിങ് ടൈം, പഠിക്കുന്നതിന് മുമ്പ് ഞാൻ കുളിക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോ ഞാനൊന്ന് റീഫ്രഷ് ആയിട്ട് തിരിച്ചു വന്നു. അപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ ഓവർകോട്ട് ആയിട്ട് ഇട്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജാക്കറ്റ് ഓവർകോട്ട് ആയിട്ട് ഇട്ടിരിക്കുകയാണ്. മുടി ജസ്റ്റ് ഒന്ന് ഊരിയിട്ട് അയച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു ബോ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മുടി ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ള ഒരു അറേഞ്ച്മെന്റിൽ ബുക്സ് അറേഞ്ച് ചെയ്തിട്ട് പഠിക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ബയോളജി പഠിക്കായിരുന്നു കേട്ടോ. ബയോളജിയിൽ എനിക്ക് ഒരു പേജ് കവർ ചെയ്യാത്തതുണ്ടായിരുന്നു. ആ ഒരു പേജ് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ എന്തായാലും. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഇപ്പോൾ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ആണ്. ബാക്കിയുള്ളത് ഏകദേശം എല്ലാതും കവർ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2 ഡെഫിനേഷനും പിന്നെ അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 6:47 ആയപ്പോഴത്തേക്കും അത് ബയോളജി കവർ ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. ഇതെങ്ങനെ 6:47 ആയുള്ളൂ, അപ്പോഴത്തേക്കും ഞാൻ ഏകദേശം പഠിച്ചു കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഓക്കെ, അങ്ങനെ അമ്മ എന്നോട് വന്ന് പറഞ്ഞു സ്പെഷ്യലായിട്ടുള്ള ഒന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുഡ് കഴിക്കാൻ വരണമെങ്കിൽ വേണമെങ്കിൽ വന്ന് ഫുഡ് കഴിച്ചോ. സാധാരണ ഞാൻ 8 മണിക്കാണ് ഫുഡ് കഴിക്കാൻ ഇരിക്കാറുള്ളത്. ഇപ്പോൾ 6:47 പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചേച്ചി ഉണ്ണി അമ്മ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാനും ഫുഡ് കഴിച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ജപ്പാനീസ് നൂഡിൽസാണ്, ചിക്കൻ നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബയോളജി ഒന്ന് പഠിച്ച ഭാഗങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ കേട്ടോ. മറന്നിട്ടുണ്ടോ എന്നൊക്കെ റിവൈസ് ചെയ്യാണ്. അപ്പോ നമുക്ക് അത് ചെയ്തിട്ട് ബാക്കി സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ ഇപ്പോ അമ്മയും ഉണ്ണിയും ചേച്ചിയും മുകളിൽ പോയിരിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ബയോളജി ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോ ബയോളജി ഏകദേശം ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഫെസിലിറ്റേഷൻ ഡിഫ്യൂഷൻ അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ടും ഒക്കെ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിന്റെ ചെറിയ നോട്ട് ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം പഠിച്ചതിൻ്റെ ഒരു നോട്ടല്ല ഉണ്ടാക്കുന്നത്. ഇത് മിനിഞ്ഞാന്ന് പഠിച്ചതിൻ്റെ നോട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഈ ഒരു കോൺസെപ്റ്റിൻ്റെ നോട്ട് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എക്സാംസിനൊക്കെ ഇതെടുത്ത് വായിച്ച് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട്. അപ്പോ ഇപ്പൊ ടൈം ഏകദേശം 7:55 ആയിട്ടുള്ളൂ കേട്ടോ. 7:55 ആയിട്ടുള്ളൂ. അപ്പോ നോട്ട്സ് ഒക്കെ എഴുതി കഴിഞ്ഞു. ഇനി എന്റെ ഹെയർ ഒന്ന് കിട്ടാന്ന് വിചാരിച്ചു കേട്ടോ. ഞാന് ഹെയർ കിട്ടാന്ന് വിചാരിച്ചു. ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ്. മുടി ഇങ്ങനെ അയച്ചിട്ടപ്പോൾ എന്തോ എനിക്കൊരു ബുദ്ധിമുട്ട്, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ മുടി ഇങ്ങനെ പൊക്കി വെച്ച് കെട്ടാണ്. ഓക്കെ, ഇപ്പൊ തൽക്കാലത്തിന് ഞാന് ലോ പോണിട്ടേല് കെട്ടിയിട്ട് മുകൾക്ക് അമ്മക്കെട്ട് പോലെ കെട്ടി വെച്ചേക്കാണ്. അപ്പോ ജസ്റ്റ് ഒന്ന് മുടി കെട്ടുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ കെട്ടുന്നുള്ളൂ. ഇനി ഞാൻ നെക്സ്റ്റ് ആയിട്ട് നോക്കുന്നത് മാത്സ് വർക്കുകളാണ് കേട്ടോ. മാത്സ് വർക്കുകൾ ഞാൻ നോക്കുന്നത് സ്റ്റുഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു പഠന സഹായി ആണ്. അപ്പോ ഈ സ്റ്റുഡൻസ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ബുക്കില് എല്ലാതും ഈസി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റില് നമുക്ക് പഠിക്കാം. അപ്പോ ഞാൻ മാത്സിന്റെ ഒരു കോൺസെപ്റ്റ് നോക്കാം. മാത്സിൻ്റെ ഹോംവർക്കിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ നോക്കാതിരുന്നത് കേട്ടോ. അപ്പോഴത്തേക്കാണ് കറണ്ട് പോയത്. പക്ഷെ ഞാൻ സ്റ്റഡി ലാമ്പ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ലാമ്പ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. മാത്സ് പഠിക്കാൻ നിന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കറണ്ട് പോയി കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് പുതിയതായിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റ്സ് ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ ടീച്ചർ ക്ലാസ്സിൽ എടുത്ത കോൺസെപ്റ്റ്സും ചെയ്ത് നോക്കി. അത്രയാണ് മാത്സിൽ ഒന്ന് നോക്കിയത് കേട്ടോ. പിന്നെ നാളെ രാവിലെ എണീച്ചിട്ട് ഫുള്ളായിട്ട് ഒന്ന് റിവൈസ് ചെയ്താൽ ഓക്കെ ആവും. ഇത് ചെറുതായിട്ടൊരു എൻ്റെ ഒരു ദിവസത്തെ സ്റ്റഡി റൊട്ടീൻ ആണല്ലോ ഇത്. അപ്പോ നാളെ രാവിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് നോക്കിയാൽ ശരിയാവും കേട്ടോ. ഇനി സോഷ്യൽ സയൻസ് ആണ് പഠിക്കാനിരിക്കുന്നത്. സോഷ്യൽ സയൻസ് ആണ് ഞാൻ ഇനി കൂടുതലും ചാപ്റ്റേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ ടീച്ചർ കുറച്ചിശയാണ് എടുക്കുന്നത്. അത് ഡെയിലി പഠിച്ചു പോകും. അതന്നെ. പിന്നെ നാളെ ലീവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന്
ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ചേച്ചിയുടേത്, ഇത് എന്റെ ഷെൽഫാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ബുക്ക് എടുക്കുന്നത്. ഇവിടെ സ്റ്റഡി ടേബിൾ ഇവിടെയാണ് കേട്ടോ എന്റെ. അല്ല കേട്ടോ, സ്റ്റഡി ടേബിൾ ഇവിടെയാണ്, അതുകൊണ്ട് തന്നെ അടുത്താണ് ഞാൻ ബുക്ക് ഷെൽഫ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോഷ്യൽ സയൻസ് നമുക്ക് എടുക്കാം. അപ്പൊ അതാണ് കേട്ടോ, സോഷ്യൽ സയൻസ് ബുക്ക് ഞാനിവിടെ സെക്കൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കിട്ടി. നമുക്ക് സോഷ്യൽ സയൻസ് ജസ്റ്റ് കുറച്ച് പേജസ് ഉള്ളൂ കേട്ടോ വായിക്കാനായിട്ട്, അത് നമുക്ക് ജസ്റ്റ് വായിക്കാം. അങ്ങനെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് വെള്ളം കുടിച്ചിട്ട് എല്ലാതും ഒന്ന് റെഡിയായി വെച്ചു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കണത് ഭയങ്കര ഇഷ്ടമാണ്, എന്താണെന്നറിയില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ സോഷ്യൽ സയൻസ് പഠിക്കുമ്പോൾ ഞാൻ സാധാരണ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സാധാരണ സോഷ്യൽ സയൻസ് മാത്രമായിരുന്നു ഹൈലൈറ്റ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരുമിക്ക എല്ലാ സബ്ജക്റ്റിനും ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെൻ്റെ ഉണ്ണിയുടെ ഹൈലൈറ്ററാണ്. ഈ ഹൈലൈറ്റർ ഉണ്ണിക്ക് വേണ്ടാന്ന് കേട്ടപ്പോൾ എനിക്ക് തന്നതാണ് കേട്ടോ അവൻ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഞാൻ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഹൈലൈറ്റർ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ ഞങ്ങൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ. അതിലെനിക്ക് അവസാനത്തെ 3 ചോദ്യങ്ങളെ പഠിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ, ടീച്ചർ നോട്ടിൽ എഴുതി തന്നെ. അപ്പോൾ ആ 3 ചോദ്യങ്ങൾ ഞാൻ നല്ലതും കവർ ചെയ്തു. ആ ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം പകുതി ആയിട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ അതിന് ശേഷം ഞാൻ അടുക്കളയിൽ പോയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോഴാണ് എനിക്ക് 2 ബിസ്ക്കറ്റ് കിട്ടിയത്. അങ്ങനെ സ്നാക്സ് ആയിട്ട് ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിട്ടോ. അതെനിക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ്. അപ്പോൾ ഞാൻ ബയോളജി, സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ മാത്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി രാവിലെ റിവൈസ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതെന്റെ റഫ് ബുക്കാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ ബ്രൗൺ ഷീറ്റ് ഇട്ടിട്ടില്ല. ഇതെന്റെ സോഷ്യൽ സയൻസ്, അതൊക്കെ എടുത്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ ഞാൻ. സാധനങ്ങളൊക്കെ ഒതുക്കി വെച്ചിട്ട് വീണ്ടും പൗച്ചിൽ നിന്ന് സാധനങ്ങൾ പുറത്തെടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ജേണൽ എഴുതി. ജേണൽ എന്ന് പറയുമ്പോൾ ഞാൻ ഡയറിയാണ് കേട്ടോ. ഡയറി എഴുതി. അത് ഞാനിങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, പേഴ്സണൽ ഡയറിയാണ്. ഓക്കെ. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് ജസ്റ്റ് ഒന്ന് ഞാൻ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും പഠിക്കാറില്ല, അത് നല്ലോണം ടെക്സ്റ്റ് വായിക്കും, അങ്ങനെയാണ് കേട്ടോ ഇംഗ്ലീഷ് പഠിക്കാറുള്ളത്. പിന്നെ മീനിങ്സ് ഒക്കെ നന്നായിട്ട് നോക്കും, അങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കാറുള്ളത്. പിന്നെ മലയാളം ഫസ്റ്റാണ് കേട്ടോ. മലയാളം സെക്കൻഡ് ഇതുവരെ ഞങ്ങൾക്ക് എടുത്തിട്ടില്ല, മലയാളം ഫസ്റ്റാണ് പിന്നെ നോക്കിയത്. മലയാളം ഫസ്റ്റിൽ സുഹൃതഹാരങ്ങൾ എന്ന് പറയുന്ന പാഠമാണ്. ഇംഗ്ലീഷിൽ ഹാഫ് എ ഡേ, നസീബും മഹ്ഫൂസിൻ്റെ ഹാഫ് എ ഡേ ആണ്. ഇത് സുഹൃതകാരങ്ങളാണ്, കുമാരനാശാൻ്റെയാണ് കേട്ടോ ഒരു കവിത. അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഇട്ടിട്ട് അത് പഠിച്ചു കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ മാത്സ്, ഓൾറെഡി മുമ്പേ മാത്സ് ഞാൻ കറണ്ട് പോയപ്പോൾ പഠിച്ചതാണ് കേട്ടോ. പക്ഷേ പിന്നെയും എനിക്ക് ഒരു എക്സ്ട്രാ ഒരു ഇതും കൂടി ചെയ്യാൻ തോന്നി. അങ്ങനെ ഞാൻ മാത്സിൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാണ് കേട്ടോ. അത് ഹോംവർക്ക് തന്നെയാണ്. 2 ഹോംവർക്ക് ഉണ്ടായിരുന്നു, 1 ഹോംവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതാണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ പാഠം എന്ന് പറയുമ്പോൾ മാത്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ റിലേഷൻസ്, ഇക്വേഷൻസ് മേക്കിംഗ് ആണ്, അതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ എക്സും വൈയും കൂട്ടിച്ചേർത്ത് നമ്മൾ അതിന് ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലൊക്കെ കൂടിയിട്ട് ചെയ്യുന്നതാണ്. ഫുള്ളും കാൽക്കുലേഷനാണ്. അതാണ് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നല്ല മഴ കേട്ടോ പുറത്ത്, അതുകൊണ്ട് തന്നെ ചേച്ചിയും അമ്മയും ഉണ്ണിയും മുകളിലത്തെ റൂമിൽ പോയി നിൽക്കുകയാണ്. ഇതൊക്കെ എൻ്റെ അമ്മ ഇങ്ങനെ വെച്ചതാണ് കേട്ടോ, ചെടികളൊക്കെ മുകളിൽ. അപ്പോൾ നല്ല എസ്തറ്റിക് ലുക്കാക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ് കേട്ടോ. നമ്മൾ ഇവിടേക്ക് തിരിച്ചെത്തി, നമ്മുടെ റൂമിലേക്ക് തന്നെ തിരിച്ചെത്തി കേട്ടോ. എപ്പോഴും ഫ്രീ ടൈം ഒക്കെ എടുത്തിട്ടാണ് എനിക്ക് പഠിക്കാനിരിക്കുന്നത്, അങ്ങനെ എനിക്ക് പഠിക്കാതിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഇനിയും നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു സ്റ്റഡി ബ്ലോഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബൈ ബൈ.